ഇന്നത്തെ ഈ ഒരു ക്രീം മതി എത്ര തിളങ്ങാത്ത സ്കിന്നും നല്ലപോലെ തിളങ്ങിക്കോളൂ കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന നല്ലൊരു ക്രീമാണ്. ഇത് നമ്മൾ മുഖത്ത് തേച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോൾ തന്നെ സ്കിന്ന് തിളങ്ങാൻ തുടങ്ങും. എന്തൊക്കെ ചെയ്തിട്ടും മുഖം മൂടി കെട്ടിയിരിക്കുക, ഒരു ഗ്ലോയും തോന്നണില്ല എന്നൊക്കെ പറയണവരില്ലേ, ഇത് ഡെയിലി മുഖത്ത് തേച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. നല്ലൊരു മസാജ് കൊടുത്താൽ അങ്ങനെ വിടുക. നിങ്ങൾക്ക് പുറത്ത് പോകുന്നവരാണെന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റെങ്കിലും സ്കിന്നിൽ വെക്കുക. അല്ല പുറത്ത് പോകാതെ വീട്ടിൽ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ എന്നെപ്പോലുള്ള വീട്ടമ്മമാർ ഹൗസ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യുകയാണെന്ന് വെച്ചാലും രാത്രി ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്യുക. ടൈം അങ്ങനെ പകൽ ചെയ്യണം രാത്രി ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതൽ ടൈം മുഖത്ത് എപ്പോഴാണോ വെച്ച് നമുക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ഉള്ള ടൈമിൽ നമ്മളൊരു മസാജ് കൊടുത്ത് നമ്മൾ അങ്ങനെ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കൂടുതൽ ടൈം ഇരിക്കും. അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. 2 തരത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പാല് വെച്ചിട്ട് നിൽക്കും ചെയ്യാം, എന്താ പറയുക, ഇപ്പം ഞാനിങ്ങനെ ഈ വിധത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ തേച്ച് വിടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയാണ് കിട്ടുക. അത് നിലനിർത്തി നിങ്ങൾക്ക് അങ്ങനെ ആ ഗ്ലോ നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി ഉപയോഗിക്കണം. ഡെയിലി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് എല്ലാ സ്കിന്നിക്കും ചേരണ പോലെയുള്ള നല്ലൊരു കാര്യമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എന്താണെന്നൊക്കെ നോക്കിയിട്ട് വന്നല്ലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ച് കൊണ്ട് 10-16 ദിവസമായി. ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട്, ആരും ഒന്നും ഒരു ഇതും തരുന്നില്ല. പറഞ്ഞാൽ കമൻറ്റ് വഴി ഒന്നും ഒരു സൂചന പോലും തരണില്ല. എന്തായാലും ഞാൻ തുടങ്ങിയിട്ട് എന്തായാലും ഞാൻ പറഞ്ഞതാണ് 20 ദിവസത്തെ ചാലഞ്ച് എന്നുള്ളത്. നമുക്ക് 2026 ആകുമ്പോൾ സ്കിന്നിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെ സഹകരിച്ച് നിങ്ങളുടെ സ്കിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ ആവും കേട്ടോ. നമുക്ക് എന്തായാലും ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം. സ്കിന്നിലൊരു മസാജ് കൊടുക്കാനുള്ള ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവണ അലോവേര ജെല്ലാണ്. പ്ലാന്റിൽ നിന്ന് ഞാൻ ജെല്ലെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോയ്ക്കും തിളക്കത്തിന് വേണ്ടി നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റിയ നല്ലൊരു, എല്ലാവരും ചോദിക്കാറില്ലേ ഡെയിലി ചെയ്യാൻ പറ്റിയത് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പോ 15 മിനിറ്റ് മുമ്പോ അലോവേര നമ്മൾ മുറിച്ച് വയ്ക്കുക. അടുത്ത മഞ്ഞക്കറ പോയതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മളിതുപോലെ കുറച്ച് ജെല്ലെടുക്കുക. നിങ്ങൾക്ക് മൊത്തത്തിൽ 2-3 ഇല മുറിച്ച് ജെല്ലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. മിക്സിയിൽ അടിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ കട്ടിങ് കഷ്ണമൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യം നല്ല കട്ട തൈര് 1 സ്പൂൺ ഇതിലേക്ക് മിക്സ് ചെയ്യുക. നല്ലപോലെ അടിച്ച് മിക്സ് ചെയ്യുക. അപ്ലൈ ചെയ്ത് ഇതുമായിട്ട് നല്ലപോലെ യോജിക്കുള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾക്ക് എന്തെന്നാ പറയുക, സ്കിന്നിന് നല്ലൊരു തിളക്കം കൊണ്ടുവരുന്നത് നല്ലപോലെ സഹായിക്കും. നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. സ്കിൻ നല്ലപോലെ തിളക്കാവും ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അതിലേക്ക് നിങ്ങൾക്ക് നമുക്ക് കൂടുതൽ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂളോ അല്ലെങ്കിൽ ഒരു 2 ഡ്രോപ്സ് നിങ്ങൾ ഫേസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിലോ എന്തെങ്കിലും ചേർക്കുകയാണെന്ന് വെച്ചാൽ എന്തെന്നാ ഡ്രൈ സ്കിന്നുകാരുടെ ആ ഡ്രൈനെസ്സും മാറും. ഞങ്ങളുടെ സ്കിന്ന് നല്ല, ഈ ഡ്രൈ സ്കിന്നുകാരുടെ മുഖം എപ്പോഴും മൊളിഞ്ഞ് ഒരുമാതിരി ഒരു സൈസായിട്ടിരിക്കില്ലേ, അതൊക്കെ പെട്ടെന്ന് മാറി പെട്ടെന്ന് സ്കിന്നിന് തിളക്കം കിട്ടും കേട്ടോ. എത്ര മോശമായ സ്കിന്നാണെന്ന് വെച്ചാലും ഇതൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് തേക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തിളങ്ങും സ്കിന്ന്. നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഇതിപ്പോൾ അധികം നമുക്ക് ഒരു ചിലവും ഇല്ലാത്തൊരു കാര്യം. നമുക്കിപ്പോൾ നല്ലൊരു ക്രീം പോലെയായി. ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ്. നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റിലുള്ള അലോവേര ജെല്ലെടുക്കുക. ജെല്ലെടുക്കണം, പെട്ടെന്ന് മുറിച്ചോളണം, അപ്പം തന്നെ ജെല്ലെടുക്കരുത്. അത് കറ കളയുക. യെല്ലോ കളറിലുള്ള ഒരു കറ വരും. അത് കളഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഞാൻ എപ്പോഴും 2-3 ഇല കട്ട് ചെയ്ത് കറ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ജെല്ലും എടുത്ത് വെക്കണത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ജെല്ലെടുക്കണമെന്നും കാണിക്കാത്തത്. എല്ലാവർക്കും ജെല്ലെടുക്കാനൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2-3 ഇല മുറിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ തണ്ട് മുറിച്ച് കൊണ്ടുവന്നിട്ട് നടുവേ പൊളിക്കുക. 2 സൈഡത്തെ മുള്ള് കളഞ്ഞിട്ട് അതിന് ശേഷം മിക്സിയിലിട്ട് നല്ലൊരു അടിക്കുക. എന്നിട്ട് നമ്മൾ അതിലൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും പൊട്ടിച്ചൊഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഡെയിലി നിങ്ങൾക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്, നിങ്ങൾക്ക് തൈര് പറ്റണവരാണെന്ന് വെച്ചാൽ ബെസ്റ്റാണ്. നിങ്ങൾക്ക് തൈര് പറ്റാത്തവരാണെന്ന് വെച്ചാൽ പാല് കാച്ചിയതോ കാച്ചാത്തതോ ഏതാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക. മുഖത്ത് തേച്ച് നല്ല മസാജ് കൊടുക്കുക. അതിന് ശേഷം അങ്ങനെ വിടുക. നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടവരാണെന്ന് വെച്ചാൽ 20 മിനിറ്റിന് ശേഷം കഴുകി കളയുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര നേരമെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ, വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വെക്കും. പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോഴൊക്കെ മുഖം കഴുകുക കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളിയാണേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞാൽ ഞാൻ വെറും അലോവേര ജെല്ല് മാത്രം തേച്ച് എൻ്റെ സ്കിന്നിനെ ഒരുവിധം ക്ലിയർ ആക്കിയ ആളാട്ടോ ഞാൻ.
ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ട് ആദ്യമൊക്കെ ഞാൻ അലോവേര ജെല്ല് മാത്രം, എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ അലോവേര ജെല്ലുണ്ട് ഇവിടെ ഭോപ്പാലിൽ മുകളിൽ. അപ്പോൾ ഇഷ്ടം പോലെ ഞാൻ അലോവേര ജെല്ല് തേച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം. നല്ല തണുപ്പാണ് ഇവിടെ. നല്ലൊരു മസാജ് കൊടുക്കാം. കുറച്ചും കൂടി എടുക്കുക. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇങ്ങനെ പശ പോലെ വരില്ല കേട്ടോ. ഇത് മിക്സിയിൽ അടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരണത്. കണ്ണിന് ചുറ്റും ഒക്കെ തേച്ച് കൊടുക്കുക. കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾ പോകാൻ എന്താ ചെയ്യുക ദീപ എന്നൊക്കെ ചോദിക്കില്ലേ? ഇതൊക്കെ സിമ്പിൾ റെമഡിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ജോലിക്ക് പോകണവരാണെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് വൈകിട്ട് TV കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാം. സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കുക. എപ്പോൾ മസാജ് കൊടുക്കുമ്പോഴും ഇങ്ങനെ മുകളിലേക്കായിട്ടുള്ള മസാജ് കൊടുക്കുക. സ്കിന്ന് തൂങ്ങാതിരിക്കാനൊക്കെ നമ്മളെ അത് സഹായിക്കും കേട്ടോ. സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം കണ്ടു, അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണമെന്നുണ്ട് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇത് യൂസ് ചെയ്യണേ. അല്ലാണ്ട് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തിട്ട് അങ്ങനെ വിട്ടിട്ട് അതിൻ്റെ തിളക്കം പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യണം. ഇങ്ങനെ നിങ്ങളൊരു 5 മിനിറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് ഡെയിലി സ്കിന്നിന് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ സ്കിന്നിലേക്ക് അലോവേര ജെല്ലിൻ്റെ കൂടെ തൈരാണോ പാലാണോ ചേരുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് കേട്ടോ. ഡെയിലി ചെയ്യാൻ പറ്റാത്തവർക്ക് ഓരോ ദിവസം ഇടവിട്ടിട്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതായിരിക്കും. സ്കിന്നിൻ്റെ തിളക്കം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്പീഡ് ചെയ്യാതെ വീഡിയോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിന്നിൽ വരണ ആ ഒരു തിളക്കവും ആ ഒരു മാറ്റവും കണ്ടില്ലേ? ഇത്ര അടിപൊളിയായിട്ടുള്ള നല്ലൊരു ക്രീം പോലെയുള്ള നല്ലൊരു മസാജിങ് ജെല്ലാണ് കണ്ടില്ലേ? ചുണ്ടിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എന്ത് എളുപ്പമാണ് നമുക്കിത് അല്ലേ? അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങി പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണ പോലെയുള്ള സാധനങ്ങൾ ചെയ്യണം, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്. ശരി, വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതൽ നമുക്ക് ചെയ്യാം എന്നുള്ളത്. നമ്മുടെ പുരികൊക്കെ തൂങ്ങി ഇങ്ങനെ ഒരു പ്രായമാകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശരിയാക്കാൻ നമ്മൾ പുരികത്തിൻ്റെ ഇവിടെയൊക്കെ നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നോക്ക് നമ്മൾ എടുത്തത് മൊത്തം ഒന്നും കഴിഞ്ഞിട്ടില്ല, പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. പകുതി ഇതിൽ തന്നെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, നാളെ ഉപയോഗിക്കാം. സ്കിന്നിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത്രേ കാണിച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒന്നും കഴുകണില്ല. ഇനിയിപ്പോൾ രാത്രിയിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കണം. ഇങ്ങനെ തന്നെ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സ്കിൻ കെയർ ചെയ്യണതുകൊണ്ട് ഞാനൊരു 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് കഴുകി കളഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമും അതുമാതിരി ടോണറും ഒക്കെ ഞാൻ യൂസ് ചെയ്യും. നമ്മൾ എന്തൊക്കെ ചെയ്താലും സ്കിൻ കെയർ രാവിലെ കാണിച്ചാലും രാത്രി കാണിച്ചാലും അതിനൊരു മുടക്കവും വരുത്തരുത്. ഇടനേരങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾക്ക് വെച്ചിട്ട് പിന്നെ കഴുകി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അതിനൊരു മുടക്കവും വരുത്തരുത്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തു. സ്കിന്നിൽ നിങ്ങൾ കാണണ്ടല്ലോ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം. ഇപ്പം നോക്ക്, നമ്മൾ കയ്യിൽ തേക്കുമ്പോൾ ആ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ എന്നും തിളക്കത്തിന് ഒരു തിളക്കൂല്ല, മാറിപ്പോയി മൂടിക്കെട്ടിയിരിക്കുക അങ്ങനെയൊക്കെ പറയണവർക്കൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തി കഴിഞ്ഞ് പറഞ്ഞാൽ സ്കിന്നിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.